Official educational consultant for Indian students to study in Lithuanian public and private universities. ലിത്വേനിയയിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2026 സെപ്റ്റംബർ 1 തീയതി മുതൽ ലിത്വേനിയയിലെ മിക്ക പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പഠിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ് ഇപ്പോഴേ എല്ലാ യൂണിവേഴ്സിറ്റികളും തുടങ്ങി. നിങ്ങൾ ഈ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. മിക്ക യൂണിവേഴ്സിറ്റിയുടെയും ഡെഡ്ലൈൻ എന്ന് പറയുന്നത് മെയ് 1, 2026 എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TRP ഒരുപാട് സമയമെടുക്കുന്ന പ്രൊസീജിയറാണ്. ഇപ്പം നേരത്തെ പോലെ ഒരു 4 മാസം 5 മാസം കൊണ്ട് കിട്ടുന്നില്ല. മിനിമം ഒരു 7 to 8 months സമയം ടെമ്പററി റെസിഡൻസ് പെർമിറ്റിന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് എല്ലാ സ്റ്റുഡൻസും പേരൻസ് ശ്രദ്ധിക്കുക, എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ്, അല്ലാതെ സബ് ഏജൻറ്റ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയും സ്റ്റുഡൻസും ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് കൊളാബറേഷനാണ്. അപ്പം ഞാനും യൂണിവേഴ്സിറ്റികളും എൻ്റെ സ്റ്റുഡൻസും തമ്മിലുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PMDV സ്റ്റഡി ഇൻ യൂറോപ്പ് എന്നുള്ള എൻ്റെ മറ്റൊരു ചാനലുണ്ട്, അതും അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. വർഷങ്ങളായിട്ട് പോയ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂസും യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള വർഷങ്ങളായിട്ട് എടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസും ഒക്കെയും ഈ നമ്മുടെ 2025 എടുത്ത ഇൻ്റർവ്യൂസും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനൽസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഡയറക്റ്റ് ഇൻഫർമേഷൻ കിട്ടി, കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കിട്ടി വേണം നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞ് അയക്കുവാനായിട്ട്. അതിനുവേണ്ടി അവിടെ ഇപ്പോൾ ഓൾറെഡി പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളും ഈ വർഷം TRP കിട്ടി പോകുന്ന സ്റ്റുഡൻസും ഞാനും സാറുമൊക്കെ ചേർന്ന് നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയും പേരൻസിന് വേണ്ടിയും ഒരു ഫ്രീ വെബിനാർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നവംബർ 12 തീയതിയാണ്. നവംബർ 16 സൺഡേ ഈവനിങ് 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് നിങ്ങൾക്ക് ഈ ഫ്രീ ഓൺലൈൻ നമ്മുടെ വെബിനാർ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ സ്റ്റുഡൻസും പേരൻസും, പ്രത്യേകിച്ച് യൂറോപ്പിൽ പഠിക്കാനായിട്ട് പോകുന്ന എല്ലാ സ്റ്റുഡൻസും പേരൻസും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എടുത്ത് വേണം നിങ്ങൾ പഠിക്കുവാനായിട്ട് പോകാനായിട്ട്. കാരണം 2026 ജനുവരി മാസം മുതൽ പുതിയ റെഗുലേഷൻസ് വരുന്നുണ്ട് ലിത്വേനിയയിൽ. അപ്പോൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ അവിടേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളെ പറ്റിയും അവിടുത്തെ റിയാലിറ്റീനെ പറ്റിയും സ്റ്റഡീസിനെ പറ്റിയും എത്ര മണിക്കൂർ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയും അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയും അഡാപ്റ്റേഷനെ പറ്റിയും ഒക്കെ തന്നെയും അവിടെ ഉള്ള എൻ്റെ സ്റ്റുഡൻസും ഞങ്ങളുമൊക്കെ തന്നെയും നിങ്ങൾ സ്റ്റുഡൻസിനും പേരൻസിനും പറഞ്ഞു തരുന്നതാണ്. 2026 സെപ്റ്റംബർ 1 തീയതി ക്ലാസ് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു ഓഗസ്റ്റ് പകുതിയെങ്കിലും ആകുമ്പോൾ നിങ്ങൾ അവിടെ എത്തണം. ഞാൻ പറഞ്ഞത് മിനിമം ഒരു 7 months ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ ഓൾറെഡി ഉള്ള എൻ്റെ സ്റ്റുഡൻസും ആ കുട്ടികൾ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ടൈം ഷെഡ്യൂൾ മാനേജ് ചെയ്ത് വേണം നമുക്ക് വെബിനാറിൽ ഇരിക്കാനായിട്ട്. വെബിനാറിന് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, അവിടെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ സ്റ്റുഡൻസും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ. എന്തെങ്കിലും സംശയമുള്ള സ്റ്റുഡൻസും പേരൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ടിടാം, ഞാൻ അതിന് റിപ്ലൈ തരാം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, പല ഏജൻസീസിൽ നിന്നും സ്റ്റുഡൻസിനെ പോസ്റ്റ്പോൺ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് റീസൺ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അവർ ആപ്ലിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, മെയ് മാസം 1 തീയതിയാണ് മിക്ക യൂണിവേഴ്സിറ്റിയുടെയും ഡെഡ്ലൈന്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏജൻസികൾ നിങ്ങളോട് ഇത് പറയത്തില്ല, കാര്യം അവർക്ക് നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കിട്ടുന്നത് കൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ എത്താൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും ഇപ്പം തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി സേഫായിട്ട് സ്വസ്ഥമായിട്ട് ഡോക്യുമെൻറ്റ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.